ആയിരക്കണക്കിന് സോഫയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത്രയും സോഫയ്ക്ക് നിങ്ങൾ വിൽക്കാനുള്ള ഒരു സോഴ്സ് എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഇത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കലോ ഇതൊക്കെ എങ്ങനെ വിൽക്കും, അതെന്താണ് അതിനെ കുറിച്ചിട്ട്? തുടക്കത്തിൽ അത് ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. ഇരുന്ന് പോകുമ്പോൾ താഴ്ന്നു പോകുന്നത് ആൾക്കാർക്ക് ഇത് കംപ്ലൈന്റ് ആണെന്നുള്ളൊരു ധാരണയാണ്. കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് കംഫർട്ട് ഉള്ളതും പോക്കറ്റ് സ്പ്രിംഗ് ഉപയോഗിച്ചിട്ടുള്ളതും സോഫ നമ്മളാണ് മേക്ക് ചെയ്തത്. സോഫയിൽ ഒരു ഇന്നോവേഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ്. 90% അവർ ആ ഒരു മോഡലാണ് അവർ കോപ്പി, ഉള്ളിൽ അവർ എന്താന്നുള്ളത് കോപ്പി അടിക്കാൻ ശ്രമിക്കൂല അവർ. ഇപ്പോൾ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള സോഫകൾ ഞങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലായി. കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഡീലേഴ്സിന്റെ കയ്യിലെത്തി അത് കസ്റ്റമർ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു വർഷത്തിൽ ഏകദേശം ഒരു 50 മോഡൽ പുതുതായിട്ട് ഞങ്ങൾ മോഡൽ മേക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയും മോഡലുകൾ മെയിൻറ്റെയിൻ ചെയ്യണതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം. കേരളത്തിലെ ഫർണിച്ചർ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു മുഖവരുടെ ആവശ്യമില്ലാത്ത ഒരു ബ്രാൻഡാണ് കസേറ. ഇന്നിപ്പോൾ കസേരയുടെ ഒരു ടീമിനെ പോവാണ്. അപ്പോൾ ഷിയാസ് ഭായ്, ഷെയർ ഭായ്, ഫൈസൽ ഭായ് 3 പേരും നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. നമുക്കൊക്കെ ഈ മാനുഫാക്ചർ രംഗത്ത് അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്തൊക്കെ ഒരു റോൾ മോഡൽ ആക്കാവുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് കസേര. ശരിക്കും ഞങ്ങൾ ഈ ഫർണിച്ചർ സമൂഹം മുഴുവൻ ഒരു ഇഷ്ടത്തോടെ നോക്കി കാണുന്ന ഒരു സിംഗിൾ സോഫ പോലും കംപ്ലൈന്റ് വരാത്ത ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും കസേരയുടെ. പക്ഷെ ഇതിന്റെ ബ്രാൻഡിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു ബ്രാൻഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ പേരും അതിൻ്റെ ഓരോ ലോഗോ, അതിൻ്റെ കളർ തീം ഒക്കെ നിങ്ങൾ ഒരു മാറ്റം ഇല്ലാതെ സൂക്ഷിക്കുന്നുണ്ട്. ഇത്ര മാത്രം ഒരു കമ്പനി എങ്ങനെയാണ് ഇത്ര ഒരു ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്? ശരിക്കും ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും ഇന്ത്യൻ മോഡലുകളും ഇന്ത്യൻ മാർക്കറ്റിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ ആവില്ല ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. കാരണം ഞങ്ങൾ ഓരോ മോഡലുകളും പുറത്തുള്ള എക്സ്പോകൾ സന്ദർശിച്ചിട്ടാണ് ഓരോ മോഡലും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൈനയിൽ, മലേഷ്യയിൽ, ഇന്തോനേഷ്യയിൽ, തുർക്കി, അങ്ങനത്തെ പല രാജ്യങ്ങളിലും എക്സ്പോകൾ കാര്യങ്ങളും കണ്ട് അവിടെ വേൾഡിൽ എന്താണോ മാറ്റം നടക്കുന്നത് ആ മാറ്റം ഞങ്ങൾ അടുത്ത മാസങ്ങളിൽ ഞങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഷേസ് ഭായ് മാത്രമല്ല, ഷെയർ ഭായ് ഉണ്ട്, ഫൈസൽ ഭായ് ഉണ്ട്. അപ്പോൾ ഫൈസൽ ഭായിനെ പരിചയപ്പെടുത്തുമ്പോൾ 2 കാര്യത്തിൽ സിമിലാരിറ്റി ഉണ്ട് ഇവരെ പാർട്ട്ണർ. ഒന്ന് മുടിയുടെ കാര്യത്തിലാണ് ഫൈസൽ ഭായ്, പിന്നെ പേരിൻ്റെ കാര്യത്തിലും ഞാനും ഫൈസലാണ്. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളിവിടെ വന്നു കണ്ടു. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങൾ ബാക്ക് എൻഡിലാണ്, നിങ്ങളെ ശരിക്ക് ഫേസ് കാണലില്ല അല്ലേ? മാനുഫാക്ചറിങ് രീതി പുറത്തുണ്ടാവും അല്ലേ? അപ്പൊ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള സോഫകൾ ഞങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇനി ഷെയർ ഭായിനെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ സോഫകൾ പോലെ തന്നെയാണ് ഷെയർ ഭായും. ഭയങ്കര ലുക്കിലാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. എന്താണ് നിങ്ങൾ ഇത്ര ഭയങ്കര ഹാപ്പിയാണ് എപ്പോൾ കാണുമ്പോഴും? എക്സിബിഷൻ കാണുമ്പോഴും അതേ ഹാപ്പിനെസ്, ഇവിടെയും ഹാപ്പിനെസ്. നിങ്ങളുടെ ടീം ഞങ്ങളുടെ ഒക്കെ ഷോറൂമുകളിലേക്ക് വരുമ്പോഴും അവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ലോഡ് ഇറക്കി തരുന്ന ആളുകൾ വരെ ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഈ ഹാപ്പിനെസിന്റെ രഹസ്യം എന്താ? അത് പലർക്കും അറിയാം. അല്ല, അതിലൊരു സന്തോഷം തന്നെ നമ്മളെ പ്രൊഡക്റ്റ് നന്നാവുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. അപ്പൊ അത് നമ്മളെ ഡീലേഴ്സ് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ, കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഡീലേഴ്സിന്റെ കയ്യിലെത്തി അത് കസ്റ്റമർ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതിന്റെ കൂടെ ഈ സാധനം ഡെലിവറി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ അത് സന്തോഷത്തോടെ ആ ഷോപ്പിലേക്ക് എത്തി അത് സന്തോഷത്തോടെ എൻഡ് കസ്റ്റമർ എടുക്കുക. അപ്പൊ തന്നെ അത് നമുക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആയി. കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ സോഫ കമ്പനികളെ ഇൻസ്പയർ ചെയ്യിക്കുന്നത് ശരിക്കും കസേരയാണ്. നിങ്ങളുടെ മോഡലുകളാണ് കൂടുതൽ കോപ്പി അടിച്ചു പോകുന്നതൊക്കെ. അപ്പൊ ഇത് നിങ്ങൾ മാർക്കറ്റിന് മുന്നേ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ അതങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്കൊരു പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ബൾക്കായിട്ട് ചിലപ്പം നല്ലൊരു ഓർഡർ വരും. ആ ഓർഡർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെലിവറിക്ക് പെട്ടെന്ന് ഇപ്പോൾ ആൾക്കാർ ഒരു 1 വീക്ക് കൊണ്ട് വേണമെന്ന് പറയുമ്പോൾ നമുക്കത് കൊടുക്കാൻ കഴിയും. അപ്പം 10 ഡേയ്സ് പിടിക്കും. അപ്പോൾ ചിലപ്പം ചില ഷോപ്പുകൾക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതേ മോഡൽ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് വേറെ കമ്പനിക്കാരോട് ചിലപ്പോൾ അത് അവർ ഉണ്ടാക്കി തരുമോ ചോദിക്കും. പക്ഷേ നമ്മളെ ക്വാളിറ്റി, നമ്മളെ കംഫർട്ടും കാര്യങ്ങളൊന്നും ചിലപ്പോൾ പ്രൊഡക്റ്റിന് കിട്ടില്ല. കാഴ്ചയിൽ ഒരു 85 to 90% സിമിലർ ആയിരിക്കും. പക്ഷേ ഉള്ളിലുള്ള മെക്കാനിസം മുതൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സോഫ നമ്മൾ കാണുന്ന മാതിരില്ല. നിങ്ങൾ ടെംപ്ലേറ്റിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യും. ഒരുപാട് സമയം. ഇപ്പോൾ ഒരു മോഡൽ കാണുന്ന സോഫയുടെ അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഭാഗം വരുന്നുണ്ട്. ആ എഞ്ചിനീയറിംഗിൽ അതിൻ്റെ ഇരിക്കാനുള്ള കംഫർട്ട്, ലെങ്ത്ത്, ഹൈറ്റ്, എത്ര താവണം, എത്ര ഏജുള്ള ആളുകൾക്ക് കൂടി ഇരുന്ന് കംഫർട്ടായിട്ട് നീച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ വേണത് എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ചെയ്യാം. അതിന് വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അതിൻ്റെ ടെംപ്ലേറ്റ് കാര്യങ്ങൾ മുതൽ സെറ്റാക്കാൻ
പക്ഷേ ഈ മോഡൽ കാണുമ്പോൾ അതേ കോപ്പി അടിക്കുമ്പോൾ ആ കംഫർട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഫുൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും കംഫർട്ടൊക്കെ ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ കോപ്പി അടിക്കുമ്പോൾ അത് ചിലപ്പോൾ ആയി വരില്ല. 90% അവർ ആ ഒരു മോഡലാണ് അവർ കോപ്പി, ഉള്ളിൽ അവർ എന്താണെന്നുള്ളത് കോപ്പി അടിക്കാൻ ശ്രമിക്കൂല. അവർ ആ കാഴ്ചയിൽ ആ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നോക്കും. കളർ സിമിലർ ചിലപ്പോൾ അതുമാതിരി ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ 90% സക്സസ് ആവും, ചിലപ്പോൾ 100% കാണുമ്പോൾ സക്സസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ കസാരോടെ ഈ ഒരു ബ്രാൻഡിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ശരിക്കും? തുടക്കം ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 20ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. 2025 ഞങ്ങൾ 20 വർഷമായി ബ്രാൻഡ്. ഞങ്ങളൊരു 15 വർഷമായിട്ട് കസാറോ എന്നുള്ള റീബ്രാൻഡ് ചെയ്തു. മുമ്പ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലായിരുന്നു സോഫ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാനും പിന്നെ നമ്മളൊരു പാർട്ട്ണർ ഞങ്ങൾ ഇതിലേക്ക് വന്നത്. ഞങ്ങൾ വന്ന് പിന്നെ അത് റീബ്രാൻഡ് ചെയ്ത് കസാറോ എന്നുള്ള ബ്രാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 15 വർഷമായി. ഈ 2025 നമ്മൾ 20ാമത്തെ വാർഷികം ആണ്. അപ്പോൾ അത് ബ്രാൻഡ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സൗത്ത് ഇന്ത്യ മൊത്തം ചെയ്തിരുന്നു. ഇപ്പോൾ അത് മാറി മഹാരാഷ്ട്ര, ഗോവ ആ ഭാഗങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ കസാരോ എന്നുള്ള ബ്രാൻഡിൽ ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി ഏറ്റെടുക്കുമ്പോൾ ഇത് ഇതുപോലെ ഒരു ബ്രാൻഡായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുമെന്ന് ശരിക്കും അങ്ങനെ ഒരു ഇന്നോവേഷൻ, ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന സോഫ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടായിട്ട് നല്ല ഒരു സോഫ ആയിരിക്കും നമ്മൾ TV കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ യൂസേജ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു ഫർണിച്ചർ സോഫയാണ്. ആ സോഫ നമ്മൾ ഒരു 10-15 വർഷം മുമ്പേ നമ്മൾ കേരള മാർക്കറ്റിൽ ഒരു സോഫ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഒരു സോഫ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു. നമ്മൾ പുറത്ത് പോയിട്ടിരിക്കുന്ന സോഫ അങ്ങനെയല്ല. പുറത്ത് പോയിട്ടിരിക്കുന്ന സോഫ ഭയങ്കര സുഖമായിരിക്കും, നമുക്ക് ഇരിക്കാനും കിടക്കാനും തോന്നും. ഇവിടെയുള്ള സോഫ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കത് കംഫർട്ടുള്ള സോഫ ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടക്കത്തിൽ അത് ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. ഇരുന്ന് പോകുമ്പോൾ താഴ്ന്നു പോകുന്നത് ആൾക്കാർക്ക് ഇത് കംപ്ലൈൻ്റ് ആണെന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നീട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ അതിലേക്ക് വന്നു. ഇപ്പോൾ കേരളത്തിൽ ഫസ്റ്റായിട്ട് കംഫർട്ടുള്ളതും പോക്കറ്റ് സ്പ്രിങ് ഉപയോഗിച്ചിട്ടുള്ളതും സോഫ നമ്മളാണ് മേക്ക് ചെയ്തത്. സോഫയിലൊരു ഇന്നോവേഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ എല്ലാ കമ്പനികളും കംഫർട്ടുള്ള സോഫകൾ ആക്കി കംഫർട്ട് ഇല്ലാത്ത സോഫകൾ ഒഴിവാക്കി തുടങ്ങിയില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റാഫുകളൊക്കെ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ എടുക്കുന്നതാണോ അതോ നിങ്ങൾ ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത് ഈ രീതിയിലേക്ക് ആക്കുന്നതാണോ? ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ട് ആക്കുന്നതാണ്. നമ്മൾ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ചൈനയിലോ മലേഷ്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫാക്ടറികൾ വിസിറ്റ് ചെയ്യും. അവിടെയുള്ള മാനുഫാക്ചറിങ് രീതികൾ, ടെക്നിക്കുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇവർക്ക് അതിൻ്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കും. എങ്ങനെ കംഫർട്ടാക്കാം, എങ്ങനെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ എഞ്ചിനീയറിംഗ് മുതൽ ഞങ്ങളിവിടെ ട്രെയിനിങ് കൊടുക്കും. എല്ലാ മാസങ്ങളും പിന്നെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് ഉണ്ട്, പ്രൊഡക്ഷൻ്റെ ടീമിന് ട്രെയിനിങ് ഉണ്ട്. എല്ലാ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ പെർഫെക്റ്റ് ആക്കി എടുക്കുമ്പോൾ പ്രൊഡക്റ്റും പെർഫെക്റ്റ് ആവുന്ന. പിന്നെ ഇതിന് ഡിസൈനേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്? ശരിക്കും ഞങ്ങൾക്ക് ഓൺ ഡിസൈനേഴ്സ് ഉണ്ട്. ഇൻഹൗസ് നമ്മളെല്ലാ മോഡലുകളും നമ്മൾ ഓൺ ഡിസൈനിങ് ആണ്. നമ്മൾ പുറത്തൊക്കെ നോക്കി നമ്മൾ മോഡൽ ഇൻസ്പിറേഷനായി ആ മോഡൽ നമ്മളിവിടെ നമ്മളെ നാട്ടിലേക്ക് എങ്ങനെ സൂട്ടബിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് ഔട്ടാക്കുകയാണ്. ഒരു വർഷത്തിൽ ഏകദേശം ഒരു 50 മോഡൽ പുതുതായിട്ട് ഞങ്ങൾ മേക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ പുറത്തൊരു എക്സിബിഷന് ഇപ്പോൾ ഒരു വർഷത്തിലൊരു 4-5 എക്സിബിഷൻ ഞങ്ങൾ കാണും. ഓരോ എക്സിബിഷനിൽ പോകുമ്പോൾ നമ്മൾ നല്ല നല്ല മോഡലുകൾ സെലക്ട് ചെയ്ത് ആ മോഡൽ എക്സിബിഷൻ കഴിയുമ്പോൾ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നാടിന് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഡിസൈനേഴ്സിന് നമ്മളെ നാട്ടിലേക്ക് എങ്ങനെ സൂട്ടബിൾ ആക്കാൻ പറ്റും അവരത് നോക്കി നമുക്ക് ഡിസൈൻ തരും. അപ്പോൾ ഒരു എക്സിബിഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു 10-15 മോഡൽ പുതുതായിട്ട് ഉണ്ടായി വരും. അങ്ങനെ ഒരു വർഷത്തിൽ 4-5 എക്സിബിഷൻ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഒരു വർഷത്തിൽ ഒരു 50ഓളം മോഡൽ വരും. അപ്പോൾ പഴയ മൂവിങ് ഇല്ലാത്തൊരു 50 മോഡൽ നമ്മൾ ഒഴിവാക്കും. കറണ്ടിൽ എപ്പോഴും ഒരു 100 മോഡൽ സോഫ കസാറോ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് സോഫയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയും സോഫയ്ക്ക് നിങ്ങൾ വിൽക്കാനുള്ള ഒരു സോഴ്സ് എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഇത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കലോ ഇതൊക്കെ എങ്ങനെ വിൽക്കും, അതെന്താണ് അതിനെ കുറിച്ചിട്ട്? അത് നമ്മളെ ഡീലർമാർ അത്രയും സ്ട്രോങ് ഡീലർമാരാണ്. നമുക്ക് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടക, ആന്ധ്ര, തെലങ്കാന ഇവിടെയൊക്കെ ഉള്ള ഷോറൂം വഴിയാണ് ഞങ്ങൾ സോഫകൾ വിൽക്കുന്നത്. ഈ ഷോറൂമുകൾ നമുക്ക് ഓർഡറുകൾ തരും. ആ ഓർഡറുകൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് അവർക്ക് കൊടുക്കും, അവർ കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പോൾ അതൊരു 10-20 വർഷമായിട്ടുള്ള അവരായിട്ടുള്ളൊരു ബോണ്ടിങ്ങാണ്. അവർ ഓർഡർ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. എല്ലാ ആളുകളും ഒരു ദിവസം 2, 3, 4, 5 സോഫ വെച്ച് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും ഇവിടെ തിരക്കും, എന്നും പ്രൊഡക്ഷനുണ്ട്. ആ പ്രൊഡക്ഷൻ ഓരോ വർഷം കൂടുന്തോറും നമ്മളൊരു 50-100 സോഫ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് തുടക്കത്തിൽ ഒരു മാസത്തിൽ ഒരു 10 സോഫ 20 സോഫ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓർഡർ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമുക്ക് ഓർഡറായി ഇപ്പോൾ 1000 സോഫകളൊക്കെ ഒരു മാസം ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അല്ലേ?
പാർട്ട്ണർഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ കാരിയറിനാണ്, ബിസിനസ്സിനാണ് കൊടുക്കേണ്ടത്. വീണ്ടും വീണ്ടും ഇവരുടെ വിജയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലുള്ള കസേരയുടെ ഡീലേഴ്സിനോടും അതേപോലെ തന്നെ ഇനി ഡീലേഴ്സ് ആവാൻ പോകുന്ന ആളുകളോടൊക്കെയാണ് പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കസേരയുടെ ഈ ഒരു വലിയ കമ്പനിയും ഈ ഒരു ഡിസ്പ്ലേ ഷോറൂമും സന്ദർശിക്കണം. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, കസേരയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.